ഹായ് കൂട്ടുകാരെ, രാജീവാണ്. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു മോരുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എല്ലാവർക്കും മോരുകറിയൊക്കെ ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആ മോരിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടാൻ പാടില്ല കേട്ടോ, ഒത്തിരി കൂടാൻ പാടില്ല, എന്നാലും ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മുളക് പൊടി, നമുക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം എടുത്തൊന്ന് അരിഞ്ഞു വെച്ചു. ആ മോരുകറി ഉണ്ടാക്കാനുള്ള പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയ്ക്ക് ശേഷം നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മോര് ഒഴിച്ചു കൊടുക്കുക. അതിന് മുന്നേ ഫ്ലെയിമൊക്കെ നമുക്ക് കുറച്ച് വെക്കണം. കുറച്ച് വെച്ചിട്ട് വേണം മോര് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് മോര് ഒന്ന് ചെറിയ ചൂടാകുന്നിടം വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് വേണമെന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒത്തിരി തീ കൂട്ടി വയ്ക്കാനും പാടില്ല. ഇളക്കിക്കൊണ്ടിരിക്കണം. അതൊന്ന് ചെറിയ ചൂടാകുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അധികം ചൂടാകാനും പാടില്ല. ചൂടായി കഴിഞ്ഞാൽ മോര് പിരിഞ്ഞു പോകും, കറി കുളമാകും. പിന്നെ എന്നെ ഒന്നും പറയരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.